പാണക്കാട് മുനവ്വറിലി ശിഹാബ് തങ്ങളുടെ മകളാണ് നർഗീസ് ഫാത്തിമ. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മക്കയിലെ കഅബയെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിലെ മറിയം ബീവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി വിലക്കിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ വളരെ തൻ്റെടിയായിട്ടുള്ള, വളരെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന പെട്ടെന്നുള്ള ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിനാണ് മുജാഹിദുകളും പല ആളുകളും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുനവ്വറിലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുത്തൽ അത് വ്യക്തത വരുത്തിയിട്ടും വീണ്ടും അവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം കണ്ടു. ഇപ്പം മക്കയിൽ ആ കഅബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഅബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിയുന്ന ആരാധനാലയാണത്. അങ്ങനെ കണ്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു. പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ പനക്ക് അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി അറിയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്. അതെ അതെ, അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷെ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. മകൾ പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം ഇവിടെ ആരൊക്കെയോ ചേർന്ന് നിഷേധിച്ചതാണ്, അത് മാറണം. പള്ളി പ്രവേശനം വുമൺ റെവല്യൂഷന്റെ ഭാഗമായാണ്. സ്ത്രീകൾക്ക് അവിടെ പ്രവേശിച്ചുകൂടാ എന്നൊരിക്കലും പറയാൻ പാടില്ല. വരും കാലഘട്ടത്തിൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ അതിനൊരു മാറ്റം വന്നേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് വ്യക്തമായിട്ട് തന്റെ ബാപ്പ അതിന് മറുപടി കൊടുക്കുന്നത്. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമുള്ള ഒരു വിഷയമാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ല. ആ കാര്യം ഉത്തമ ബോധ്യമുണ്ട്. ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ ബോധ്യങ്ങളോ പഠനങ്ങളോ പര്യാപ്തതയോ കൈവരിക്കാത്ത കുട്ടിയുടെ പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായിട്ട് മാത്രം കണ്ടാൽ മതി. കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം സമൂഹം അവിടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കിയിട്ട് ഒരു വിഷയത്തിൽ പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തൽ പ്രഖ്യാപിക്കുന്നു.